നമസ്കാരം. ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം. 27 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ പിന്നീട് എവിടെ പോയിട്ട് ശ്രീലങ്കയിൽ പോയിട്ട് 8 നിലയിൽ പൊട്ടുന്നു അല്ലേ. നാണം കെട്ട തോൽവി ഏറ്റുവാകുന്നു. തലയിൽ മുണ്ട് വിട്ടുകൊണ്ട് വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ തോറ്റു എന്നുള്ളതാണ് അല്ലേ. അതായത് ഇതിനു മുമ്പ് രണ്ട് ക്യാപ്റ്റൻസിയുടെ കീഴിൽ മാത്രമേ ഇന്ത്യ ഇത്രയും ദയനീയമായിട്ട് ഇന്ത്യയിൽ പിന്നീട് ഈ ശ്രീലങ്കയുമായിട്ട് തോറ്റിട്ടുള്ളൂ എന്നുള്ളതാണ്. ശ്രീലങ്കയുടെ രണ്ടാം കിട ടീമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതിനോടൊപ്പം ഇന്ത്യയുടെ നമ്പർ 1 ടീമായിരുന്നു. അതിൽ 2 പേര് ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഇന്ത്യ, അതായത് 6 മാസം മുമ്പ് വേൾഡ് കപ്പിൽ ഒരു കളി പോലും തോൽക്കാതെ വേൾഡ് കപ്പിൽ ഫൈനലിൽ വരെ എത്തിയ ടീമാണ് ഇന്ത്യ. അതേ ടീമാണ് ഈ പറയുന്ന 4ാം കിട ടീമായ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പോലും ക്വാളിഫൈ ചെയ്യാൻ കഴിയാത്ത ടീം പിന്നെ ശ്രീലങ്കയോടുകൂടി ഇങ്ങനെ 8 നിലയിൽ ദയനീയമായി തോക്കുന്നത്. 3 കളികളാണ്. ഫസ്റ്റ് കളി ടൈ ആയി, അത് തോൽവിക്ക് തുല്യം തന്നെയാണ്. മനസ്സിലായി. 3 കളികൾ നിരന്തരമായി തോറ്റ് നാണം കെട്ട് എന്ത് ചെയ്ത് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥ വന്നു. എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഇപ്പം നടന്നു കഴിഞ്ഞ ഈ പറയുന്ന സീരീസിൽ 3 കളികളുണ്ടായിരുന്നു. 3 കളിയിലും കൂടി കൂടി ഇന്ത്യയുടെ വിക്കറ്റ് തള്ളിയിടാണ് 30 വിക്കറ്റുകൾ. അതിൽ 27 വിക്കറ്റും സ്പിന്നറാണ് തള്ളിയിട്ടത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ആശ്ചര്യപ്പെടുന്നത്. കാരണം സ്പിന്നറൊക്കെ ഏറ്റവും കൂടുതൽ കളിക്കുന്ന മഹാന്മാരായ ബാറ്റ്സ്മാൻമാരാണ്. വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ എന്നാണ് പറയപ്പെടുന്നത്. ഈ ചേസ് ഒന്നും ഞാൻ കണ്ടില്ല. ഈ പറഞ്ഞ ശ്രേയസ് അയ്യർ സ്പിന്നറും ഭയങ്കര വിദഗ്ധമായി കളിക്കുന്ന ശ്രേയസ് അയ്യറിന്റെ സ്കോർ ബോർഡൊക്കെ ഞാൻ പറഞ്ഞു തരാം എത്രയാണ് അടിച്ചെന്നുള്ളത്. അപ്പോൾ ഇത്രയും ദയനീയമായി ഇന്ത്യ തോക്കാനുള്ള കാരണം ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഓപ്പണിങ്ങിൽ ഇവിടെ നമ്മൾ ആരൊക്കെയാണ്? ഈ രോഹിത് ശർമ്മയും ശുമാൻ ഗില്ലുമാണ് ഓപ്പണിംഗ്. രണ്ടാമത് ഇവരെ ആരെങ്കിലും ഫോം ഔട്ട് ആയിക്കഴിഞ്ഞാൽ രണ്ടാമത് ഓപ്പണറായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ടീമിൽ ആരും ഇല്ലായിരുന്നു. അത് ഗെയ്ക്വാഡും ഇല്ലായിരുന്നു, യശസ്വിയിൽ. ഈ 2 പേരെ അവർ ടീമിലേക്ക് എടുത്തു. യശസ്വി അറിയില്ല, വൺ ഡേ ആയിക്കോട്ടെ, ഈ പറയുന്ന T20 ആയിക്കോട്ടെ, വളരെ നല്ല രീതിയിൽ നമ്മൾ അടിച്ച് റൊട്ടിയാക്കിയ ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. ലെഫ്റ്റ് ഹാൻഡറും കൂടി ആയിരുന്നു. അവരെയൊന്നും ഇവർ ടീമിലേക്ക് എടുത്തില്ല. ആര്? നമ്മുടെ ഗൗതം ഗംഭീറോ അല്ലെങ്കിൽ ക്യാപ്റ്റനോ അല്ലെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി ആരോ ആയിക്കോട്ടെ എടുത്തില്ല. അത് വളരെ ഒരു തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇവിടെ ഓപ്പണറായ ശുഭ്മൻ ഗില്ലിന്റെ സംഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കളിയിൽ 35 ബോളിൽ നിന്ന് 16 അടിച്ചു. പിന്നെ രണ്ടാമത്തെ കളിയിൽ 44 ബോളിൽ നിന്ന് 35 അടിച്ചു. അതാണ് ഒരുവിധം കളിച്ചു എന്ന് പറയുന്നത്. കഴിഞ്ഞ നിർണായകമായ കളിയിൽ 14 ബോളുകൾ നേരിട്ട് കൊണ്ട് വെറും 6 റൺസാണ് ഈ പറഞ്ഞ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗില്ല് നമുക്ക് നേരിടുന്നത്. അപ്പം അത് തന്നെ ഏറ്റവും വലിയൊരു പരാജയമായിരുന്നു. ആ ശുഭ്മൻ ഗില്ലിനെ അപ്പോഴൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് അവിടെ യശസ്വി ആയിരുന്നെങ്കിൽ ഈ പറയുന്ന ആരുമായിട്ട് രോഹിത് ശർമ്മയുമായി ചേർന്ന് നിന്നുകൊണ്ട് നല്ലൊരു സ്കോർ പടുത്തുയർത്താനും സ്പിന്നേഴ്സിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനും മിടുക്കുള്ള ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു ആര്? യശസ്വി ജയ്സ്വാൾ. അവരെ എടുത്തില്ല. അതും പോയിട്ട് ഫസ്റ്റ് ഓണായി വരേണ്ട അല്ലെങ്കിൽ ഓപ്പണിംഗ് തന്നെ നമ്മൾ പരീക്ഷിച്ച് അതായത് ഈ പറയുന്ന ഗെയ്ക്കോണിന്റെ കേസ് വെച്ചാൽ ഒണ്ടയിലായിക്കോട്ടെ അല്ലെങ്കിൽ T20 ഇവരെല്ലാവരെയും കളിയും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആവറേജ് ഉള്ള ഒരു കളിക്കാരനായിരുന്നു ഗെയ്ക്വാഡിനെയും കൂടുതലും അവർ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും തോൽവിക്ക് നിർണായകമായ ഒരു ഘടകമാണ്. അടുത്ത മറ്റുള്ള പേസ് നമ്മുടെ ഇനി തോൽപ്പിച്ച ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ശ്രേയസ് അയ്യർ 3 കളികൾ കൊണ്ട് ഫസ്റ്റ് കളി 23 ബോളിൽ നിന്ന് 23 റൺസ് അടിച്ചു. ഫസ്റ്റ് കളി ഓക്കെ, ആ കളി ഇന്ത്യ ടൈ. പിന്നെ അടിച്ചത് 9 ബോളിൽ നിന്ന് 7 റൺ, രണ്ടാമത് 7 ബോളിൽ നിന്ന് 8 റൺസ്. ഇതായിരുന്നു ആരുടെ? ഈ പറയുന്ന ശ്രേയസ് അയ്യറിന്റെ സംഭാവന. മനസ്സിലായ? ഈ ശ്രേയസ് അയ്യറാണ് മിഡിൽ ഓർഡറിൽ എന്തെങ്കിലും സ്പിന്നിനെ വിദഗ്ധമായി നേരിടുമെന്നൊക്കെ നമുക്ക് അഹോരാത്രം നമ്മളിങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്പിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിന്ന് വന്ന് നമ്മൾ അടിച്ച് പുളക്കുമെന്നാണ് പണ്ടൊക്കെ പറഞ്ഞു വരുന്നല്ലേ. സ്പിന്ന് വന്നാൽ നമ്മൾ അടിക്കുമെന്ന്. ഇപ്പം സ്പിന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? കാല് വിറയ്ക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. അപ്പോൾ ഏറ്റവും നമ്പർ 1 വേസ്റ്റ് ആയിട്ട് നമ്പർ 1 പിന്നെ പാഴായിട്ട് എനിക്ക് തോന്നിയത് ശ്രേയസ് അയ്യറാണ് ഇതിനകത്ത്. മനസ്സിലായോ? അടുത്ത പറഞ്ഞ വിരാട് കോഹ്ലി, ദ ചേസ് മാസ്റ്റർ അല്ലേ. എല്ലാ കളിയിലും ചേസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് 50-ൽ പരം 50-60ഓളം അടുപ്പിച്ച് ആവറേജ് ഉള്ള വേൾഡിലെ തന്നെ 50-ൽ കൂടുതൽ സെഞ്ചുറികളുള്ള ഈ പറയുന്ന വിരാട് കോഹ്ലി 3 കളികളും പരാജയമായിരുന്നു. 3 കളിയിലും വിരാട് കോഹ്ലി ഔട്ടായ രീതി ഒരു ബയലാട്ടറൽ സീരീസിൽ അല്ലെങ്കിൽ ഒരു സീരീസിൽ 3 തവണയും LBW ആവുന്നത് വിരാട് കോഹ്ലി ആദ്യമായിട്ടാണ് തോന്നുന്നത്. അതും ഈ പറയുന്ന സ്പിന്നേഴ്സിനോട് ഒരേ തവണയാണ്. ഒരു തവണ ഒരിക്കൽ ഈ പറയുന്നുള്ള DSLR കൊടുത്തു. അവിടെയൊക്കെ എന്ത് ചെയ്തു? രക്ഷപ്പെട്ട് വന്നതാണ്. അങ്ങനെ ദയനീയമായിട്ട് ബോളിൻ്റെ ലെന്തോ ലൈനോ ഒന്നും മനസ്സിലാകാൻ പറ്റാതെ വെറും ഒരു എന്താ പറയുന്നത്, ഒരു അരങ്ങേറ്റക്കാരനെ പോലെ തോന്നിച്ച ഒരു വിരാട് കോഹ്ലിയാണ് നമ്മൾ. ഇതൊന്നും അല്ല വിരാട് കോഹ്ലി. നമ്മൾ കണ്ടിരുന്ന കിങ് കോഹ്ലി ഇതൊന്നും അല്ലായിരുന്നു. ഇത് പേരിന് മാത്രമുള്ള കിങ് ആയിപ്പോയി, കോഹ്ലി ആയിപ്പോയി എന്ന് പറയേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പം കിങ് കോഹ്ലിയും ഈ നമ്മുടെ ഇന്ത്യയുടെ ഈ പറയുന്ന ദയനീയമായ പരാജയത്തിന് ഒരു സുപ്രധാന ഘടകമാണ്. അതായത് വിരാട് കോഹ്ലി അടിച്ചെന്ന് വെച്ചാൽ 1-ൽ 18 ബോളിൽ
20 അടിച്ചു, ഒരു കളിയിൽ 19 ബോളിൽ 14 അടിച്ചു, മറ്റൊരു കളിയിൽ 32 ബോളിൽ 24 അടിച്ചു. ഇതായിരുന്നു വിരാട് കോഹ്ലിയുടെ സംഭാവന. വിരാട് കോഹ്ലി ഒരിക്കലും നങ്കൂര ഇട്ടുകൊണ്ട് നിൽക്കുകയാണോ അല്ലെങ്കിൽ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യാനോ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വന്ന് എന്ത് ചെയ്ത് ഔട്ടായി മറ്റുള്ളവരെയും കൂടി പേടിപ്പിക്കാനും കൂടി അത് സഹായിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറഞ്ഞ ഏറ്റവും വലിയ വേസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പാടായിട്ട് എനിക്ക് തോന്നിയത് ഇന്ത്യൻ ടീമിലെ ഇട കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഒരു ബാറ്റ്സ്മാൻ ആരെന്ന് ചോദിച്ചാൽ അത് ശിവം ഡുബെ എന്ന് പറയും. മനസ്സിലായോ? ശിവം ഡുബെ ബാറ്റിംഗ് ഇല്ല, ബൗളിംഗ് ഇല്ല, ഫീൽഡിംഗ് ഇല്ല, ഒന്നുമില്ല. ശിവം ഡുബെയുടെ സംഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കളി എന്തോ 14 ബോളിൽ നിന്ന് 9 എടുത്തു, വെരി ഗുഡ്. രണ്ടാമത്തെ കളി ഡക്കായിപ്പോയി. മൂന്നാമത്തെ കളി 24 ബോളിൽ നിന്ന് 25 റൺ, അല്ല ഫസ്റ്റ് കളിയാണ് 24 ബോളിൽ നിന്ന് 25 റൺസ് അടിച്ചത് അല്ലേ. രണ്ടാമത്തെ കളി ഡക്ക്, മൂന്നാമത്തെ കളി 9 റൺസ്. ശിവൻ ഡുബെ കൊണ്ട് ഒന്നിനും സാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ കയറ്റി ഇട്ട് കൊടുത്ത ഫ്രണ്ട് പിച്ച് പിന്നെ ഓവർ പിച്ചാട്ട ഇട്ട് കൊടുത്തതിനെ അടിക്കും. കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി. അതായിരുന്നു ശിവം ഡുബെയുടെ ഒരു ഇത്. ശിവം ഡുബെ തന്നെ T20 ഫോം ഔട്ടായിരുന്നു, വേൾഡ് കപ്പിലും എല്ലാ രീതിയിലും. ഇപ്പം ഒരു 3-4 സീരീസ്, സിംബാബ്വെ സീരീസ് ഉൾപ്പെടെ ഈ പറയുന്ന ശിവം ഡുബെയുടെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അവൻ ടോപ്പ് തന്നെയായിരുന്നു. അവനെ വീണ്ടും എന്തിനാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഹാർദിക് പാണ്ഡ്യയോടുള്ള വിരോധമായിരിക്കും. എങ്ങനെയെങ്കിലും ഇവനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഹാർദിക് പാണ്ഡ്യയെ പതുക്കെ എന്ത് ചെയ്യണം, സൈഡാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കണക്കൂട്ടലായിരിക്കാം ഈ ശിവം ഡുബെനെ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത്. പക്ഷേ ശിവം ഡുബെ 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രം വെറും പാടാണെന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശിവം ഡുബെ. പിന്നെ അടുത്ത് പറഞ്ഞ നമ്മുടെ KL രാഹുൽ. നമ്മുടെ എപ്പോഴും നമുക്കറിയാലോ മധ്യനിരയിൽ വന്നിട്ട് നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യ എപ്പോഴും വിജയത്തിലേക്ക്, അതായത് ഈ പറയുന്ന വേൾഡ് കപ്പിലായിക്കോട്ടെ അവിടെയൊക്കെ നല്ല രീതിയിൽ കളിച്ച ഒരു കളിക്കാരനാണ് KL. പക്ഷേ KL രാഹുൽ ഈ 2 കളി ലാസ്റ്റ് കളി മാറ്റി. പക്ഷേ ഞാൻ പറഞ്ഞ ഇറക്കണമായിരുന്നു, അതും കൂടെ നോക്കട്ടായിരുന്നു. 2 കളി ഫസ്റ്റ് കളി വലിയ തീരെ തരക്കേടില്ല, 43 ബോളിൽ 31 അടിച്ചു. രണ്ടാമത്തെ കളിയിൽ എന്ത് ഡക്കായി പോവേണ്ടതായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ബോൾ എങ്ങോട്ടാണ് വരുന്നത്, ബോൾ എവിടെയാണ് വീഴുന്നത്, എവിടെയാണ് തിരിയുന്നത്, ഇവർക്ക് ഒരു ഐഡിയയും ഇല്ലാതെ കളിച്ച് അങ്ങനെ KL രാഹുൽ അവിടെ എന്ത് ചെയ്തു, ഔട്ടായി. ഈ 4 പിന്നെ നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ ബൗളർമാർ ഈ പറയുന്ന മുഹമ്മദ് സിറാജ് ആയിക്കോട്ടെ. മുഹമ്മദ് സിറാജൊക്കെ എന്ത് ബൗൾ എനിക്ക് അറിഞ്ഞൂടാ. പണ്ടെങ്ങോ 4-5 വിക്കറ്റ് തള്ളിയിട്ടുള്ളത് ഇപ്പം ഒരു മൂന്നാംകിട ബൗളറെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് അഗ്രഷൻ ഉണ്ട്, കുറച്ച് ദേഷ്യപ്പെടും, മറ്റൊന്നും അല്ലാതെ ഒരു ഡെഡിക്കേഷനൊക്കെ അവനുണ്ട്. ഭയങ്കര ഇന്ത്യ ജയിക്കണമെന്നുള്ള ആഗ്രഹവും കാര്യങ്ങളും വാശിയൊക്കെ ഉണ്ട്. പക്ഷേ ബൗളിങ്ങിൽ വെറും പാഴായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെറും പാഴായിട്ട്. മനസ്സിലായോ? ഈ പറയുന്ന നമ്മളാണ് ബുംറ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവരുന്നത്. ബുംറ 1-2 വിക്കറ്റ് തള്ളിയുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി 4-5 വിക്കറ്റുകൾ തള്ളിയിട്ടുണ്ട് പോകുന്നതായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത്രയും പേരാണ് നമുക്ക് എടുത്തു പറയുന്നത്. പിന്നെ ഗൗതം ഗംഭീറിൻ്റെ മാറ്റങ്ങൾ. ഗൗതം ഗംഭീറിലെ ഈ ടീമിലേക്ക് കൊണ്ടുവന്ന കുറേ പോപ്പുലർ മാറ്റങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഡൗൺ ഇറക്കാനുള്ള കൊണ്ട് 3rd ഡൗൺ ഇറക്കുക, 4ാം പൊസിഷനിൽ കളിക്കാനൊക്കെ കൊണ്ടുവന്ന് 6ാമത് ഇറക്കുക. ഈ പറയുന്ന KL രാഹുലൊക്കെ എവിടെ ഇറക്കിക്കൊണ്ടുവന്ന് അവൻ ഏറ്റവും ലാസ്റ്റ് ഇറക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് പേടിച്ച് തൂറി ഒരു റൈറ്റ് ഹാൻഡ് ഔട്ടാകുമ്പോൾ ഉടനെ അങ്ങ് താഴെ കിടക്കുന്ന അക്ഷർ പട്ടേലിനെ കൊണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ വാഷിംഗ്ടൺ സുന്ദറിനെ എന്ത് ചെയ്യും, കൊണ്ടുവന്ന് 3ാമത് ഇറക്കി അല്ലെങ്കിൽ 4ാമത് ഇറക്കി ഒന്ന് നീ പോയി ബാറ്റ് ചെയ്യുന്നത്. അവൻ 2-3 റൺസ് വെച്ചാൽ അവൻ എന്ത് ചെയ്യും, ഔട്ടാവും. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അനാവശ്യമായി പേടിച്ച് തൂറിയുള്ള മാറ്റങ്ങൾ ഈ സ്ഥിരമായി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയേഴ്സിനെ അവരുടെ സ്ഥാനത്ത് നിന്നും മാറ്റി ഇറക്കിയതും തിരിച്ചടിയായി വിജയത്തിന് അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഒരു കാരണമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇനിയിപ്പം ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോവുകയാണ് അല്ലേ. ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകാൻ ഇനി 6 മാസം കഴിഞ്ഞത് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങും. അവിടെ ഇനി ആ കൂടി കളിക്കാനുള്ള 3 കളികളാണ് ഉണ്ട്. ഇനി 3 കളി ഇംഗ്ലണ്ടുമായിട്ടൊരു 3 കളി, അതിനുശേഷം ഇല്ല. പിന്നെ നേരെ ചാമ്പ്യൻസ് ട്രോഫിയിലേക്കാണ്. ഈ പറഞ്ഞ വേൾഡ് കപ്പിന് ശേഷം വേൾഡ് കപ്പിന് ശേഷം ഈ പറയുന്ന രോഹിത് ശർമ്മ ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, KL രാഹുൽ ആയിക്കോട്ടെ, ശ്രേയസ് അയ്യർ ആയിക്കോട്ടെ, ഇവരാരും ഡൊമസ്റ്റിക് കളികൾ കളിച്ചിട്ടില്ല എന്നുള്ളത്. ഇവർ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തുടങ്ങും. ഇവരവിടെ പോയി ഇവിടെ പോയി എന്ത് ചെയ്യും, നെറ്റ്സിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴല്ലോ മാച്ച് പ്രാക്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവരൊക്കെ വലിയ പ്ലേയേഴ്സാണ്, ഇവരൊക്കെ വലിയ രാജാക്കന്മാർ. അവർക്കൊന്നും ഡൊമസ്റ്റിക് കളികളൊന്നും ഈ പറയുന്ന പിന്നെ രഞ്ജി ട്രോഫി അങ്ങനെയൊന്നും അവർക്കൊന്നും കളിക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. മനസ്സിലായോ? അവരൊക്കെ വലിയ പ്ലെയർ. അവർ ഇന്റർനാഷണൽ കളികൾ വരുമ്പോൾ വരും, കളിക്കും, കളിച്ച് ഇല്ലെങ്കിൽ ഇല്ല, നീയൊക്കെ സഹിച്ചോണെന്നുള്ളത്. അപ്പം ഇവരാരും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വസ്തുത. ഈ പറയുന്ന സീനിയേഴ്സ് ആരും എന്താണ് 1 ഡേ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവരാരും കളിച്ചിട്ടില്ല. വിരാട് കോഹ്ലി ഉൾപ്പെടെ അവരൊക്കെ ടൂറിലായിരുന്നു. വല്ലപ്പോഴേക്ക് വൈകിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യുമെന്നല്ലാതെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് അവർ കളിക്കുന്നത്. കാരണം അവർ അതുവഴിയാണ് കയറി വന്നത്. ഇപ്പോൾ അവർക്കൊക്കെ പുച്ഛമാണ്. നമ്മളൊക്കെ വളരെ സീനിയർ പ്ലെയർ ആണ്. അതുകൊണ്ട് നമുക്ക് ഡൊമസ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെന്ത് ചെയ്യണം, ഈ പറയുന്ന വേൾഡ് കപ്പ് പോലെയോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കളിയിൽ എവിടെയൊക്കെ എന്നെ വിളിക്കും, ഞാൻ ഒരു പേടിയിട്ടും അടിച്ച് എന്നുള്ളത്. അപ്പം മാച്ച് പ്രാക്ടീസ് അവർക്ക് ആർക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് 3 കളിയേ ഉള്ളൂ. ഇനിയെങ്കിലും അവർ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അവിടെ ചെന്ന് 8 നിലയിൽ പൊട്ടും എന്നുള്ളതും മറ്റൊരു കാരണമാണ്. മനസ്സിലായി? അപ്പം മെയിനായിട്ട് ഈ പ്ലെയേഴ്സിന് മാച്ച് പ്രാക്ടീസ് വളരെ കുറവായിരുന്നു. ഏതാണ്ട്
ഈ 6 മാസം മുമ്പ് നമ്മുടെ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി അവരാരും ഈ പറഞ്ഞ വൺ ഡേ കളിച്ചിട്ടില്ല. വൺ ഡേ അന്ന് ആ വേൾഡ് കപ്പ് അന്ന് കളിച്ചതിന് ശേഷം അവർ വേൾഡ് കപ്പ് പക്ഷേ വൺ ഡേ കളിച്ചിട്ടില്ല. ഡൊമസ്റ്റിക്കായിട്ട് ഒന്നുമില്ല. അവർ ഈ പറയുന്ന നെറ്റ്സിൽ വന്ന് കുറച്ച് പ്രാക്ടീസും തേങ്ങയും ചെയ്യുന്നതല്ലാതെ ഒരു മാച്ച് പ്രാക്ടീസും ഇല്ലായിരുന്നു. അതിൻ്റെ പരിണത ഫലമാണ് ഇന്നലെ ഈ പറഞ്ഞ എന്താണ് ഈ സ്പിന്നേഴ്സിന് മുമ്പിൽ ഇരുന്ന് മൂത്രം വെച്ച് മുള്ളിയത്. മനസ്സിലായി, മുട്ടിടിച്ച് എല്ലാവരും പിന്നീട് വേർത്ത് കുളിച്ചത് അതുകൊണ്ടാണ്. ഇനി ഈ ടീം സെലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടീം സെലക്ഷനിൽ ഒരുപാട് വിട്ടുപോയ കുറേ പേര് ഉണ്ടായിരുന്നു. അതായത് ജയ്സ്വാൾ ആയിക്കോട്ടെ, ഗെയ്ക്വാഡ് ആയിക്കോട്ടെ, സർഫറാസ് ഖാൻ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുറച്ച് പ്ലേയേഴ്സ്, സഞ്ജു സാംസൺ ആയിക്കോട്ടെ. സഞ്ജു സാംസൺ കഴിഞ്ഞ കളി സെഞ്ചുറി അടിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു ഫോമായി നിൽക്കുന്നവരെ അവർ മാറ്റിക്കൊണ്ട് ഇവരുടെ കുഞ്ഞമ്മേരെ മക്കളെയൊക്കെ ഇതിനകത്ത് തിരികെ കയറ്റിക്കൊണ്ട് നടത്തിയ പരീക്ഷണം ആകെക്കൂടി വെട്ടിലായി എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ജയ്സ്വാൾ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ, അത് വൺ ഡേ ആയിക്കോട്ടെ, T20 ആയിക്കോട്ടെ, ഈ പറയുന്ന ടെസ്റ്റ് ആയിക്കോട്ടെ, 100% ഇന്ത്യക്ക് വേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. അവനെയൊക്കെ മാറ്റുന്നത് ഇനി ഗില്ലിനെ കുറച്ച് കാലം റെസ്റ്റ് കൊടുക്കും. ഗില്ലൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഗില്ലിൻ്റെ കോൺഫിഡൻസ് ഈ സത്യം ഞാൻ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് വരെ ഗില്ല് പ്രിൻസ് തന്നെയായിരുന്നു. വേൾഡ് കപ്പോട് കൂടി ഗില്ലിൻ്റെ ആ പഴയ ഫോമൊന്നും കാണുന്നില്ല. അതായത് വിരാട് കോഹ്ലി കഴിഞ്ഞാൽ അടുത്ത ആരെ എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഗില്ല്. അത് ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം പറഞ്ഞാൽ അടുത്ത ഒരു ബാറ്റ്സ്മാൻ കയറി വരുന്നുണ്ട്. ടെണ്ടുൽക്കറിന് ശേഷം വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിന് ശേഷം അടുത്ത വരാവുന്ന പ്രിൻസ് ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് വരുന്നത്. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് അവൻ്റെ കരിയർ താഴേക്ക് പോകുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മാതിരിയുടെ ബാറ്റിംഗ്, അവനെ അഗ്രസീവായിട്ട് കളിക്കണമെന്നുണ്ട്. സ്കോർ ബോർഡ് പിന്നീട് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ അവനെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവൻ അതിന് ശ്രമിക്കുന്നു. എപ്പോഴൊക്കെ ബാറ്റ് പൊക്കി അടിക്കാൻ നോക്കും ആ സമയത്തെല്ലാം അവൻ വിക്കറ്റ് കൊടുത്ത് എന്തിന് ഔട്ട്. അതേപോലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ പാട്ട പിച്ചുകളിൽ കൊണ്ടുവന്ന് മാടൻ അടിയടിക്കും. ഇതുപോലെ ടേണിംഗ് പിച്ചുകളിലോ അല്ലെങ്കിൽ സ്വിങ് ചെയ്യുന്ന പിച്ചുകളിലോ ഇന്ത്യക്ക് കളിക്കാനാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശ്രീലങ്കയുമായിട്ടുള്ള ഈ ഒരു പരാജയം ഒരു പാഠമാകട്ടെ. ഈ പാഠത്തിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് ഈ പറയുന്ന ആദ്യം ഈ ശിവൻ ദുബെ മാറ്റണം. ശിവം ഡൂബേനെ ആദ്യം അങ്ങ് പതുക്കെ സൈഡിലോട്ട് എടുക്കുക. ഈ പറയുന്ന ഗെയ്ക്വാഡിനെ കൊണ്ടുവരണം. ജയ്സ്വാൾ, ശിവം ഡൂബേനെ അങ്ങനെ കുറച്ചുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദർ, എനിക്ക് തോന്നുന്നില്ല വാഷിംഗ്ടൺ സുന്ദറിനൊക്കെ എടുത്ത് അവനൊക്കെ ഈ പറയുന്ന ഇത്രയും സ്പിന്നറുള്ള ഇന്ത്യൻ സ്പിന്നറും അവരെ സ്പിന്നറും നോക്കി അവരൊക്കെ 5-6 വിക്കറ്റുകൾ തള്ളിയിടുന്നു. ഇവിടെ കൊടികൊട്ടിയ സ്പിന്നറായ കുൽദീപ് യാദവ് എത്രയാണ് തള്ളിയിട്ടത്? അവന് ലൈനിൽ എന്തും കിട്ടില്ല, അവർ കളിക്കുന്നില്ലേ? ശരി, ഈ പറഞ്ഞതുപോലെ പിന്നീട് അണ്ടർ ലൈനിൽ കുറച്ചുകൂടെ ടേണാവും. എന്നാലും ഈ കുൽദീപ് എന്നും പഴയ ഫോമിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവരൊക്കെ 2-3 കിട്ടി പഴയ സാധാരണ പോലെ വിക്കറ്റ് എടുത്തു. പക്ഷേ ഇത്രയും സ്പിൻ ട്രാക്കിൽ അവരുടെ ഈ പറയുന്ന കൊച്ചു ചെറുക്കന്മാർ വന്ന 5-6 വിക്കറ്റുകൾ തള്ളിയിടുമ്പോൾ ഇന്ത്യൻ സ്പിന്നേഴ്സിന് 2-3 വിക്കറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടതായിരുന്നു. അതും ഒരു വലിയൊരു തോൽവിക്കുള്ള ഒരു ഘടകം തന്നെയായിരുന്നു. പിന്നെ ഈ നമ്മുടെ ബൗളിങ്ങിൽ ജസ്റ്റ് ബുംറയും ഒക്കെ വരുമ്പോൾ ശിവൻ ഡൂബെ മാറ്റിക്കൊണ്ട് അവിടെ ഹാർദിക് പാണ്ഡ്യ വരുമ്പോൾ ഒരുവിധം നന്നാവുമെന്ന് ഞാൻ കരുതുന്നത്. ശ്രേയസ് അയ്യർ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ പറ. KL രാഹുൽ പോയി കളിക്കാൻ പറ. ഈ പറയുന്ന വിരാട് കോഹ്ലി പോയി കളിക്കാൻ പറ. ഇവരൊക്കെ പോയി കളിക്കട്ടെ. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് അവന്മാരെന്ത് ചെയ്തിട്ട് അവർ പിന്നെ ഫോമായി വരട്ടെ. അതിന് ശേഷം ഇന്റർനാഷണൽ കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ ഈ പറയുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും 8 നിലയിൽ പൊട്ടും. ഇങ്ങനെയാണെങ്കിൽ ഗംഭീറിൻ്റെ യുഗം തുടങ്ങിയതോടുകൂടി നന്നായി വരുന്നുണ്ട്. ഈ പറയുന്ന ആരാണ് നമ്മൾ രാഹുൽ ദ്രാവിഡ് പിന്നെ എന്ത് ഭേദമായിരുന്നു. ഗംഭീർ എപ്പോൾ വന്ന് കുറേ മുടയെക്കുറിച്ച് കുറേ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ നന്നാവുമെന്ന് നമ്മൾ കരുതി. പക്ഷേ അതെല്ലാം ഉൾട്ടയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ശരി.